നിങ്ങളറിയാത്ത ഒരു സീക്രട്ട് PSCയുടെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുമ്പോൾ സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്ട്രെസ് മാനേജ്മെൻറ്റിനുള്ള കഴിവ് അളക്കുന്ന ഒരു രീതിയാണത്. എക്സാമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാറില്ലേ, ഈ ക്വസ്റ്റ്യൻ്റെ മുകളിൽ ഒന്നുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കിതിൻ്റെ ഉത്തരം കിട്ടുമായിരുന്നു. അത് ചിലപ്പോൾ മാത്സ് ആയിരിക്കും, ഇംഗ്ലീഷ് ആയിരിക്കും, മലയാളമായിരിക്കും. ഈ രീതിയിൽ ചിലപ്പോൾ ഒരു 10 മാർക്ക് നിങ്ങൾക്ക് നെഗറ്റീവായി പോയിട്ടുണ്ടാവാം. ഇത് എന്തുകൊണ്ട് എനിക്ക് ആ സമയത്ത് ഉത്തരം കിട്ടിയില്ല എന്നുള്ളൊരു ചോദ്യം നിങ്ങളിൽ വരുന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് സ്ട്രെസ്സിൻ്റെ സൈക്കോളജി എന്ന് പറഞ്ഞാൽ. ഒരു 1.25 മണിക്കൂർ ടൈമിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അങ്ങ് തരികയാണ് അല്ലേ. ഇത് എല്ലാം കൂടെ ഒറ്റയടിക്ക് കണ്ട് നിങ്ങൾ അവിടുന്ന് ഇവിടുന്ന് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇത് ഉണ്ടാക്കിയ ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് നിങ്ങൾ എവിടെയൊക്കെ സ്റ്റക്കാവും എന്നുള്ള കാര്യത്തിൽ. ഇത് നിങ്ങളുടെ സ്ട്രെസ്സും ടെൻഷനും നിങ്ങളുടെ മാനസികാവസ്ഥയൊക്കെ അളക്കലും കൂടിയാണ് അവിടെ സംഭവിക്കുന്നത്. ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സാലറിയിൽ ഗവൺമെൻറ് ഒരു പൊസിഷൻ തരികയാണ് അല്ലേ. അങ്ങനെ ഒരു പൊസിഷനിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ 10 പേര് നിങ്ങളോട് റോങ് ആവാൻ വരികയാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളവിടെ ടെൻഷൻ അടിച്ചും കൊണ്ട് ഓടി നടന്ന് മറ്റുള്ളവരുടെ തലയിലേക്ക് ഇതൊക്കെ എടുത്തു വെക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഇമോഷണലായിട്ട് കരഞ്ഞിരിക്കുകയാണെങ്കിലോ, ഇതിനൊക്കെയുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ എന്നും കൂടെ അറിയാൻ വേണ്ടി നിങ്ങളും കൂടെ അറിയാതെ നിങ്ങളുടെ മാനസികാവസ്ഥ കൂടെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ ആയിരിക്കും നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ സ്ട്രെസ്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇതിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പാടില്ല. ഇതൊരിക്കലും നിങ്ങളുടെ മാത്രം തെറ്റല്ല. ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു സ്ട്രെസ് ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും, പ്രഷർ ഉണ്ടാവും. എന്നാൽ ഈ സ്ട്രെസ്സിനെയും ടെൻഷനെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ആളുകൾ നല്ല മാർക്കും വാങ്ങി അവർ മെയിൻ ലിസ്റ്റിലോ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിലോ അവരുണ്ടാവുകയും ചെയ്യും. ഇത്തരത്തിൽ മെയിൻ ലിസ്റ്റിൽ വരുന്ന ആളുകളെ പോലെ നിങ്ങൾക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് കൂളായിട്ട് എക്സാം എഴുതാൻ പോകണോ? അതിന് ഒരു സീക്രട്ട് ഉണ്ട്. അതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. എല്ലാവരും പറയുന്നത് പോലെ നിങ്ങൾ എക്സാമിൻ്റെ മുമ്പ് ശ്വാസം വലിച്ച് ഭയങ്കര റിലീഫായിട്ടിരിക്കുക എന്നുള്ള കാര്യങ്ങളൊന്നുമല്ല എനിക്ക് പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളത് വെറും 2 പോയിന്റുകൾ മാത്രമാണ്. മാനസികമായും ശാരീരികമായും നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എക്സാമിന് വേണ്ടി കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 മാസം മുമ്പെങ്കിലും നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഡീപ്പായിട്ട് ഇറങ്ങി പറയുകയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സൈഡും നിങ്ങളുടെ ബോഡി സൈഡും നിങ്ങൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം എന്ന് പറയുന്നത് ഒരു പ്രശ്നമായിരിക്കില്ല. നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ സ്ട്രെസ്സ് വരുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഇപ്പം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതിന് 2 കാരണങ്ങളായിരിക്കും. ഒന്ന് എന്താണെന്നറിയോ? നാട്ടുകാരെ പറ്റിയും വീട്ടുകാരെ പറ്റിയും കുടുംബക്കാരെ പറ്റിയും പാസ്റ്റിനെ പറ്റിയും ഫ്യൂച്ചറിനെ പറ്റിയുള്ള ചിന്തകളായിരിക്കും നിങ്ങളുടെ ഒന്നാമത്തെ സ്ട്രെസ്സിൻ്റെ റീസൺ. നിങ്ങൾ ഒരു എക്സാമിലേക്ക് പോകുമ്പോൾ അത്രയും ദിവസങ്ങളായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും അറിയോ? ഈ എക്സാമിന് എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള ടെൻഷനായിരിക്കുമ്പോൾ പാസ്റ്റിനെ പറ്റി നിങ്ങൾ എന്തായിരിക്കും ആലോചിക്കാമെന്നറിയോ? കുറേ കാലമായിട്ട് ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, 2-3 വർഷമായിട്ട് ഞാനിങ്ങനെ ബസ്സിലൊക്കെ പോയിട്ട് ആളുകളോടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇനി എങ്ങനെ എൻ്റെ രക്ഷിതാക്കളെയും കുടുംബക്കാരെയൊക്കെ ഫേസ് ചെയ്യും, ഇവരോടൊക്കെ ഞാനെന്താ പറയുക, ഞാൻ ഒരുപാട് പൈസയൊക്കെ ഇതിനു വേണ്ടി ചിലവാക്കിയല്ലോ. ഇതൊക്കെ നിങ്ങളുടെ പാസ്റ്റാണ്. പാസ്റ്റ് ആണെങ്കിൽ ഫ്യൂച്ചർ ആണെങ്കിൽ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. ഇവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒറ്റ കാര്യമുള്ളൂ. അത് മെയിൻ ലിസ്റ്റിൽ വരുന്നവർക്ക് നഷ്ടപ്പെടാത്ത കാര്യമാണ്. അവരെന്താ ചെയ്യുന്നതെന്നറിയോ? അവർ നല്ല ധൈര്യത്തോടു കൂടി അവർക്ക് വേണ്ടി മെയിൻ ലിസ്റ്റിൽ വരാൻ വേണ്ടി പ്രസൻറ്റ് ടെൻസിൽ ഇരുന്ന് പഠിക്കുന്നു. അവർ ആരെയും ബോധ്യപ്പെടുത്താനൊന്നും ആയിരിക്കില്ല ഇത് പഠിക്കുന്നത്. അവർക്ക് കൃത്യമായിട്ടുള്ള ടാർഗറ്റ് ഉണ്ട്. ഇതെനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്, എൻ്റെ ബെസ്റ്റ് ഞാൻ ഇവിടെ ഈ ഒരു എക്സാമിൽ കാണിക്കും, ഇവിടെ എന്ത് സംഭവിച്ചാലും എനിക്കെന്താ. ഈ ധൈര്യം അവരെ എന്തിലേക്ക് എത്തിക്കുന്നറിയോ? ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റിയും ഇതിൻ്റെ ചിലവെടുക്കുന്ന കാര്യങ്ങളും ഇതിനു വേണ്ടി ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഞാനാണ് എന്നുള്ള ധൈര്യം നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഈ നാട്ടുകാരെന്ന് പറയുന്ന കുടുംബക്കാരെന്ന് പറയുന്ന ആളുകളുടെ മുഖത്ത് ധൈര്യമായിട്ട് നിങ്ങൾ നോക്കും. ഈ ഒരു പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും പറ്റി ഞാൻ ചിന്തിക്കില്ല എന്നുള്ള ഈ ധൈര്യമാണ് എക്സാം ഹാളിൽ നിങ്ങളെ വളരെ കൂളായിട്ട് പരീക്ഷ എഴുതാൻ സഹായിക്കുന്ന ഒന്നാമത്തെ കാര്യം. ഈ ധൈര്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നറിയോ? അതാണ് നമ്മുടെ പോയിന്റ്. നിങ്ങൾ പരീക്ഷയുടെ 1 മാസം മുമ്പെങ്കിലും ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു റൂം ഉണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ആരും കാണാതെ പ്രൈവസിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളോട് തന്നെ സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടായിരിക്കുമല്ലോ. അവിടെ നിങ്ങൾ ചെറിയൊരു കണ്ണാടി വെക്കുക. നിങ്ങളുടെ മുഖം മാത്രം കണ്ടാൽ മതി. വലുതാണെങ്കിൽ അത്രയ്ക്ക് ബെറ്റർ. നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു മാസം ഒരു 10-12 തവണയെങ്കിലും നിങ്ങളിലേക്ക് കുറച്ച് സെൽഫ് ടോക്കുകൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങൾ പറയണം. എന്താ പറയേണ്ടതെന്നറിയോ? പരീക്ഷ വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങളെങ്ങനെയായിരിക്കും? പരീക്ഷയുടെ സമയത്ത് നിങ്ങളെ ഹാളിൽ നിങ്ങളെങ്ങനെയായിരിക്കും? പരീക്ഷയ്ക്ക് ശേഷം നിങ്ങളെങ്ങനെയായിരിക്കും എന്നുള്ള കുറച്ച് സെൽഫ് ടോക്കുകൾ. നിങ്ങളുടെ പേരിപ്പോൾ അഖിൽ എന്നാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഫാത്തിമ എന്നാണെന്ന് വിചാരിക്കുക. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളിങ്ങനെ പറയണം, മോനെ അഖിലേ, നീ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ കുടുംബക്കാർക്കോ വേണ്ടിയിട്ടൊന്നല്ല പഠിക്കുന്നത്. നിനക്ക് പിടിച്ചു നിൽക്കാൻ, നിനക്ക് സർവൈവ് ചെയ്യാൻ ആകെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സാമാണ്.
ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നീ ഉൾപ്പെടുക എന്നുള്ളത് നിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അത് നേടാൻ നിന്നെക്കൊണ്ട് കഴിയില്ലെങ്കിൽ പിന്നെ നീ എന്തിനായിരുന്നു ഇതൊക്കെ തുടങ്ങി വെച്ചത്? നീ നേടിയേ പറ്റൂ, നീ നേടണം. നീ ദിവസവും 5, 6, 10 മണിക്കൂർ ഇരുന്ന് പഠിച്ചേ പറ്റൂ, നിനക്ക് കിട്ടിയേ പറ്റൂ. നീ സ്ലോ ആയി കിടക്കുന്ന മേഖലയിലൊക്കെ നീ സൂപ്പർ ഫാസ്റ്റ് ആവണം. ഒരു ടെൻഷനും സ്ട്രെസ്സും ഇല്ലാത്ത രീതിയിൽ നീ എക്സാം ഹാളിൽ 2-3 മണിക്കൂർ മുന്നേ നേരത്തെ എത്തിയിട്ട് വളരെ കൂളായിട്ട് നീ എക്സാം എഴുതണം. മോളെ ഫാത്തിമേ, നിനക്ക് ചെലവിന് തരുന്നത് നിൻ്റെ നാട്ടുകാരാണോ, നിൻ്റെ ചുറ്റിലുള്ളവരാണോ, നിൻ്റെ കുടുംബക്കാരാണോ? കിട്ടിയാലും ഇല്ലെങ്കിലും നിൻ്റെ കൂടെ നിൻ്റെ പാരൻസും നീയും മാത്രമേ ഉണ്ടാവൂ. നിനക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ കഷ്ടപ്പെടാൻ ഇറങ്ങിയിട്ടുണ്ട്, നീ അത് നേടിയെടുക്കുക തന്നെ ചെയ്യും. ഇങ്ങനൊരു കോമ്പറ്റീഷനിലേക്ക് നീ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ടെൻഷനും പ്രഷറും പ്രശ്നങ്ങളും ഉണ്ടാവുക എന്ന് പറയുന്നത് നാച്ചുറലാണ്. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ കോമ്പറ്റീറ്റീവ് എക്സാം എന്നാണ്, കോമ്പറ്റീഷൻ എന്നാണ്, അല്ലാതെ ഐസ്ക്രീം വിറ്റ് നാട്ടുകാരെ സൂചിപ്പിക്കലല്ല. നീ ഇതിലേക്ക് ഇറങ്ങിയത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അവരെ പറ്റി ആലോചിച്ചിരിക്കാൻ വേണ്ടിയിട്ടല്ല. കഴിയുന്നത്ര സമയം ഇരുന്ന് മെനക്കെട്. ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പുഷ് ചെയ്യാൻ കഴിയുന്ന വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള വാക്കുകൾ നിങ്ങളിലേക്ക് നിങ്ങൾ കണ്ണാടി നോക്കി ദിവസവും കൊടുക്കണം. ദിവസവും ഇല്ലെങ്കിൽ മാസത്തിലൊരു 10 തവണയെങ്കിലും. ഞാനിങ്ങനെ ഒരു കോമ്പറ്റീഷനിലേക്ക് ഇറങ്ങിയ ഒരു വ്യക്തിയാണ്. ഈ കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് ആരെങ്കിലും എന്നോട് എന്തെങ്കിലും ചോദിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അവരോട് എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടതെന്ന് എനിക്കറിയാം. ഞാനിതിലേക്ക് പേടിച്ചിറങ്ങിയ ഒരാളല്ല, വളരെ ധൈര്യത്തോടു കൂടി എന്തും നേരിടാൻ തയ്യാറായിട്ടിറങ്ങിയ ആളാണ്. എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഈ പ്രാവശ്യം ഞാൻ നേടും. എൻ്റെ ഉറക്ക് കളഞ്ഞിട്ടാണെങ്കിലും ഞാൻ നേടും. വരുന്നിടത്തിൽ വെച്ച് കാണാം, ബാക്കിയൊക്കെ അത് കഴിഞ്ഞിട്ടല്ലേ. ഇതുപോലെ നിങ്ങളുടെ ഫ്യൂച്ചറിനെയും പാസ്റ്റിനെയും നിങ്ങൾ പേടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെയും നിങ്ങളിൽ നിന്ന് പറിച്ചെറിയണം. നിങ്ങളിത് നേടുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, പലരും പറയുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഈ എക്സാമിൻ്റെ മുമ്പ് നല്ല രീതിയിൽ ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്യുക, എന്തെങ്കിലും ചോക്ലേറ്റൊക്കെ നിങ്ങൾ കഴിക്കാൻ നോക്കുക, ഇതുപോലുള്ള എന്തൊക്കെയോ പറയുന്നത് കേൾക്കാറുണ്ട്. എക്സാമിൻ്റെ ഒരു 1-2 ദിവസം മുമ്പ് പഠനങ്ങളൊക്കെ നിങ്ങൾ നിർത്തണം എന്ന് ഞാൻ പറയും. നിങ്ങൾ അത്രയും കൂളായിരിക്കണം. ആ മൊമെൻറ്റിൽ അതിന് വേണ്ടി പ്രിപ്പയർ ആവുക എന്നുള്ളതല്ല. ദിവസങ്ങളായിട്ട് ഈ എക്സാമിന് വേണ്ടി തീയിൽ കുരുത്തതുപോലെ നിങ്ങളെ തന്നെ ഉരുക്കി പണിയണം. ഒരുപാട് പഠിച്ചു പോയിട്ട് ഈ എക്സാം ടൈമിൽ സ്ട്രെസ്സ് കയറി തല ചുറ്റി വീഴാതിരിക്കാനും ഉള്ളതും കൂടി ഇല്ലാതാവാതിരിക്കാനും എന്താ ചെയ്യാൻ പറ്റുക? ഒറ്റ കാര്യം ചെയ്താൽ മതി. ഒരു മാസം മുമ്പെങ്കിലും നിങ്ങളുടെ ബോഡി സ്ട്രോങ് ആക്കാനുള്ള ശാരീരികമായിട്ടുള്ള ചില എക്സസൈസുകൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. ഇതിനു വേണ്ടി ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ. നിങ്ങൾക്ക് സ്കിപ്പിംഗ് അറിയില്ലേ, വള്ളിച്ചാട്ടം. ഈ വള്ളിച്ചാട്ടം വള്ളി പോലും ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ദിവസവും ബാത്റൂമിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും നിങ്ങൾ ദിവസവും ഒരു 100 പ്രാവശ്യം വെറുതെ ചാടുക. ഈ 100 പ്രാവശ്യമുള്ള ചാട്ടം 1 മിനിറ്റ് കൊണ്ട് കഴിയും, അത്രേ ഉള്ളൂ, 1-2 മിനിറ്റ്. ഇതുകൊണ്ട് നിങ്ങളിലേക്ക് സംഭവിക്കാൻ പോകുന്ന ചേഞ്ച് എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ശരീരമുണ്ട് എന്നുള്ളത് നിങ്ങളുടെ തല മനസ്സിലാക്കാൻ തുടങ്ങും. ദിവസവും നിങ്ങളുടെ ശരീരം ഇളകുന്നത് ഈ തല കാണുകയാണ്. നിങ്ങളുടെ പല മസിലുകളിലേക്കും ഇതിനാവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസ് ഈ തല സപ്ലൈ ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ ഓരോ സെല്ലുകളും കോൺഫിഡൻ്റ് ആവും. ഈ കോൺഫിഡൻസ് ആണ് നിങ്ങളുടെ സംസാരത്തിലേക്കും നിൽപ്പിലേക്കും നടപ്പിലേക്കും ഒക്കെ വരാൻ പോകുന്നത്. എപ്പോഴും ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് വാങ്ങിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കുഴഞ്ഞു വീഴാത്ത ഒരു ശരീരം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ കഴിയൂ. നിങ്ങളുടെ ശരീരത്തിന് നിങ്ങളുടെ മനസ്സിനെ ബോൾഡാക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി ഏറ്റവും വലിയൊരു പങ്കുണ്ട്. ആ പങ്ക് ചെറുതാണെന്ന് വിചാരിക്കുന്ന ആളുകളാണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ധൈര്യമില്ലാത്ത രീതിയിൽ ഇതിനോട് അപ്രോച്ച് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഫിസിക്കലി ഒന്ന് ഫിറ്റ് ആവാൻ ശ്രദ്ധിക്കുക. വെറും 2-3 ആഴ്ച ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മാനസികമായിട്ട് എക്സാം എഴുതാനുള്ള സ്ട്രെസ് ഇല്ലാതെ ടെൻഷൻ ഇല്ലാതെ എഴുതാനുള്ള നിങ്ങളുടെ കഴിവ് ഇമ്പ്രൂവ് ആയി വരുന്നത് നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയും. ഈ രീതിയിൽ ഇതിന് മുമ്പേ പ്രിപ്പയർ ആയി കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാൾ ഒരിക്കലും എക്സാം ഹാളിൽ ഇങ്ങനെ ദീർഘശ്വാസം എടുത്ത് റിലീഫ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ എക്സസൈസിൻ്റെ പങ്ക് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഈ ഒരു ഫിറ്റ്നസ്സും കൂടെ ഇങ്ങനെയുള്ള ജോലിക്കൊക്കെ അത്യാവശ്യമാണ് സുഹൃത്തെ. ഓക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ 2 കാര്യങ്ങളായിരുന്നു. വേറെ ഒന്നും പറയാനില്ല. പ്രാക്ടീസിൻ്റെ കാര്യങ്ങളും പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ മുന്നിൽ വരാൻ പോകുന്നത് വെറും 1.25 മണിക്കൂറായിരിക്കും. കഴിയുന്നത്ര ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചെങ്കിലേ നിങ്ങൾക്ക് അവിടെ ഫ്ലോയിൽ എഴുതാൻ കഴിയും. ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി വേറെ ആരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനൊന്നും പോകുന്നില്ല. അവിടേക്ക് എന്ത് ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജികൾ ഉണ്ടാക്കി അതിനോട് ആ രീതിയിൽ നിങ്ങൾ സമീപിക്കാൻ റെഡി ആവണം. പൈസ ഇറക്കേണ്ട സ്ഥലത്ത് പൈസ ഇറക്കുക, ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട സ്ഥലത്ത് ഇൻസ്റ്റാൾ ചെയ്യുക, യൂട്യൂബിൽ നോക്കി പഠിക്കേണ്ട സ്ഥലത്ത് അങ്ങനെ ചെയ്യുക, ഏറ്റവും പുതിയ ഗൈഡുകൾ വാങ്ങിക്കുക. ഇതൊക്കെ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. എഴുതി വെച്ച് നോട്ട്സുകൾ ഉണ്ടാക്കി പഠിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ പഠിക്കുക. ഈ ട്രിക്കുകളൊന്നും ആരും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നില്ല. ഇതൊക്കെ സ്വയം കണ്ടെത്തി ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഗുഡ് ലക്ക്.